വെള്ളിയാഴ്ച സമയം ഉച്ചയ്ക്ക് 12:05. ചണ്ഡിഗഡ് വ്യോമത്താവളത്തിൽ നിന്നും 2 MiG-21 സ്ക്വാഡ്രനുകൾ പറന്നുയർന്നു. അതിർത്തിയെ ലക്ഷ്യമാക്കിയോ ശത്രു വിമാനങ്ങളെ തുരത്തുവാനോ ഒന്നുമായിരുന്നില്ല ആ ദൗത്യം. ആ സ്ക്വാഡ്രനുകളുടെ അവസാനത്തെ ദൗത്യമായിരുന്നു അത്. ചണ്ഡിഗഡ് വിമാനത്താവളത്തെ ചുറ്റി വലം വെച്ച് ആ 2 സ്ക്വാഡ്രൺ MiG-21 വിമാനങ്ങളും തിരികെ ഇറങ്ങി. ഇനി അവ പറക്കില്ല. ഇനി അവ വ്യോമസേനയുടെ ഭാഗമല്ലാതെയായി. ഇനി ചരിത്രത്തിന്റെ ഭാഗം. അതെ, ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാന മുന്നണി പോരാളിയായി 1963 മുതൽ ഇന്ന് വരെയുള്ള 6 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ വ്യോമസേനയെ, ഇന്ത്യൻ പൈലറ്റുമാരെ സേവിച്ച, ഒപ്പം നിന്ന MiG-21 യുദ്ധവിമാനങ്ങൾ അവസാന സ്ക്വാഡ്രനുകളും സേവനം അവസാനിപ്പിച്ചു. 65-ലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം തൊട്ട് ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യയുടെ അഭിമാനമായ കഥ. അതാണ് MiG-21 വിമാനങ്ങൾക്ക് പറയാനുള്ളത്. 2019-ൽ പാകിസ്ഥാന്റെ 4ാം തലമുറയിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തെ വെടിവച്ചിട്ട ചരിത്രവും ഈ MiG-21 വിമാനങ്ങൾക്ക് പറയാനുണ്ട്. 65-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയവ പിന്നെ സേനയുടെ പ്രധാന ആയുധമായി മാറുകയായിരുന്നു. 71-ലെ ബംഗ്ലാദേശ് യുദ്ധത്തിലും 99-ലെ കാർഗിൽ യുദ്ധത്തിലുമെല്ലാം ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യൻ അതിർത്തി കാക്കുന്ന നിർണായക സാന്നിധ്യമായിരുന്നു. വ്യോമസേനയിൽ MiG-21 ആദ്യമായി അവതരിപ്പിച്ചത് ചണ്ഡിഗഡിലായതിനാലാണ് അവസാനത്തെ യാത്രയപ്പ് ചടങ്ങും ആ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ സംഘടിപ്പിച്ചത്. വ്യോമസേനയുടെ ഭാഗമായി അവസാനമായി പറന്ന് ലാൻഡ് ചെയ്യുന്ന MiG-21 വിമാനങ്ങളെ ആദരിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം എത്തിയിരുന്നു. ഇനി അവർ പുതിയ തലമുറയ്ക്കായി വഴിമാറി കൊടുക്കും. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച് പുറത്തിറക്കുന്ന തേജസ് MK-1 യുദ്ധവിമാനങ്ങളാകും MiG-21 പകരക്കാരനായി വ്യോമസേനയുടെ കൂട്ടായെത്തുക. മുൻ സോവിയറ്റ് യൂണിയനിലെ മിഖായിൽ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് മിഖായിൽ ഗുരേവിച്ച് MiG-21 എന്ന ഈ സൂപ്പർസോണിക് ജെറ്റ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്തത്. ഒരൊറ്റ എഞ്ചിൻ ചെറു വിമാനം. 63-ൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായ MiG-21 വിമാനങ്ങളുടെ 62 വർഷം നീണ്ട ആ യാത്ര ഒരു ചരിത്രം തന്നെയാണ്. ഇതുവരെ 900 MiG-21 യുദ്ധവിമാനങ്ങളാണ് വ്യോമസേന ഉപയോഗിച്ചത്. ഇതിൽ 657 എണ്ണവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിച്ചതെന്നാണ് മറ്റൊരു സവിശേഷത. ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരുടെ കളിക്കൂട്ടുകാരനും ആത്മാർത്ഥ ചങ്കുമായിരുന്നു ഈ MiG-21 വിമാനങ്ങൾ. ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ വിജയ തോത് കൂട്ടിയതൊപ്പം അവയുണ്ടാക്കി വെച്ച അപകടങ്ങളും ചെറുതല്ല. ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനമായ ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതുമായ MiG-21 പരമാവധി പറക്കൽ സമയം 30 മിനിറ്റാണ്. പാകിസ്ഥാനുമായുള്ള 65-ലെയും 71-ലെയും യുദ്ധങ്ങളിൽ MiG-21 വിമാനം ഒരു താരമായിരുന്നു. 99-ലെ കാർഗിൽ യുദ്ധത്തിലും 2019-ലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും MiG-21 വിമാനങ്ങൾ നിർണായകമായ പങ്ക് തന്നെയാണ് വഹിച്ചത്. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിലാണ് നാം MiG-21 പേര് ഉയർത്തി കേട്ടത്. 2010-ഓടെ റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി തുടങ്ങിയപ്പോഴാണ് MiG-21 ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. 17-നും 24-നും ഇടയിൽ MiG-21 4 സ്ക്വാഡ്രനുകൾ വിരമിച്ചിരുന്നു. ശ്രീനഗർ ആസ്ഥാനമായുള്ള 51-ാം സ്ക്വാഡ്രൺ 2022-ലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ ബന്ദിയാക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത് ചരിത്രത്തിൽ ഇടം തേടിയ അഭിനന്ദ് വർദ്ധമാൻ ഈ സ്ക്വാഡ്രണിൽ വിംഗ് കമാൻഡറായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനവും കരുത്തുമൊക്കെ തുടർന്നപ്പോൾ തന്നെ തുടർച്ചയായ അപകടങ്ങൾ MiG-21 വിമാനങ്ങളുടെ ശോഭ കെടുത്തുകയും ചെയ്തു. 6 പതിറ്റാണ്ടിനിടെ 900 MiG-21 വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചെങ്കിൽ 400-ലേറെ അപകടങ്ങളും ഉണ്ടായി. 100ഓളം പൈലറ്റുമാരും സാധാരണക്കാരും കൊല്ലപ്പെടുകയും ചെയ്തു.
കാലപ്പഴക്കമേറിയപ്പോൾ ഇവ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യോമസേനയ്ക്കുള്ളിൽ ശക്തമാകുകയായിരുന്നു. MiG-21 സ്ക്വാഡ്രൺ ഇല്ലാതാകുമ്പോൾ ചരിത്രത്തിലെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചറിയിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിലയിലാകും വ്യോമസേനയുടെ വിമാനങ്ങളുടെ എണ്ണം. നിലവിലെ സാഹചര്യത്തിൽ 42 സ്ക്വാഡ്രൺ വിമാനങ്ങളെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത്യാവശ്യമെന്നാണ് കണ്ടെത്തൽ. പക്ഷേ ഇനി അത് 29 ചുരുങ്ങും. ഈ സ്ഥാനം, ഈ ഒഴിവ് നികത്താനെത്തുന്നതാണ് തേജസ് Mk1A യുദ്ധവിമാനങ്ങൾ. തേജസ് വിമാനങ്ങൾ 68 യുദ്ധവിമാനങ്ങളും 28 ഇരട്ട സീറ്റ് പരിശീലന വിമാനങ്ങളും അടക്കം 97 എണ്ണം കൂടി വാങ്ങാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിരോധ വകുപ്പും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിൽ 62,370 കോടി രൂപയുടെ കരാറിലൊപ്പിട്ടത്. 6 വർഷമെടുക്കും 2027-28 മുതൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ കൈമാറി തുടങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പാതയിൽ നിന്നും വഴിമാറി കൊടുക്കുമ്പോൾ അവിടേക്ക് വരുന്നത് 4ാം തലമുറ 4.5 തലമുറ യുദ്ധവിമാനങ്ങളായ തേജസ് തന്നെയാണ്. ഒപ്പം വരുന്നുണ്ട് 100-ലധികം റഫേൽ യുദ്ധവിമാനങ്ങളും. ഇതുകൂടെ ആകുമ്പോൾ വ്യോമാതിർത്തികളിലെ ഇന്ത്യയുടെ സുരക്ഷിതത്വം ഏറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച